നമ്മള് ഈ അടുത്തിടെ അങ്ങ് കണ്ടോന്ന് എനിക്കറിയില്ല, ആറന്മുള വള്ളസദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കൊച്ചു കുഞ്ഞ് 3 വയസ്സ് മാക്സിമം ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. ആ കുഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് വള്ളംകളി പാട്ടുകൾ പാടുന്നത്, വലിയവര് പാടുന്നത് പോലെ തന്നെ. നമ്മള് വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ ഇത്തരത്തില് ആചാരപരമായിട്ടുള്ള കാര്യങ്ങള്, അനുഷ്ഠാനങ്ങള് ഇതെല്ലാം പരിശീലിപ്പിച്ചാല് എത്രത്തോളം നമുക്ക് സമൂഹത്തെ, രാജ്യത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. യോഗാചാര്യനും അതുപോലെ തത്വജ്ഞാനിയായിട്ടുള്ള ഞങ്ങള് ഓരോ സ്പീച്ചുകളിലും അങ്ങയുടെ തത്വം കേട്ട് ഒരുപാട് ഇരുന്നു പോകാറുണ്ട്. ഏതോ ഒരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന അനുഭവം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങയോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞാനും ആ വീഡിയോ കണ്ടതാണ് ലക്ഷ്മിജി പറഞ്ഞ. ആ കുഞ്ഞിന് ഏതാണ്ട് 3 വയസ്സോ മറ്റേ ഉള്ളൂ. പ്രായപൂർത്തിയായ ആളുകളുടെ ആ വള്ളപ്പാട്ടിന്റെ ആ ശീലിനനുസരിച്ച് ഭാവതീവ്രതയോടുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ കുഞ്ഞു ചൊല്ലുന്നു. വാസ്തവത്തിൽ അതിന് ആ കുട്ടിയെ അഭിനന്ദിക്കുന്നതിനപ്പുറം ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയുമാണ് അഭിനന്ദിക്കേണ്ടത്. ആ കുട്ടിക്ക് ഗർഭത്തിൽ വെച്ച് തന്നെ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആ ഭക്തിയും ആറന്മുളയപ്പനോടുള്ള ആ സ്നേഹവും ഭക്തിയും കിട്ടിയത് കൊണ്ടാണ്. നമ്മൾ പറയാറില്ലേ, ഗർഭശ്രീമാൻ എന്ന് പറയുമല്ലോ. അപ്പൊ അഭിമന്യു പത്മവ്യൂഹം ഭേദിക്കാനുള്ള വിദ്യ പഠിച്ചത് സുഭദ്രയുടെ ഗർഭത്തിൽ കിടന്നാണ്. ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് കേട്ടുകൊണ്ടിരുന്ന സുഭദ്ര ഉറങ്ങിപ്പോയെങ്കിലും ഗർഭത്തിൽ കിടന്ന കുഞ്ഞ് മൂളിയെന്നാണ്. ആ കുട്ടിയാണ് പത്മവ്യൂഹം ഭേദിച്ച് പാണ്ഡവന്മാരെ അതിനാശത്തിൽ നിന്ന് രക്ഷിച്ചത്. അതേപോലെ നമ്മൾ പറയും ഗർഭ സംസ്കാരം എന്ന് പറയും, ഗർഭ ശുശ്രൂഷ. അത് ഗർഭം സുഖകരമായി പ്രസവിക്കാനുള്ള ശുശ്രൂഷ മാത്രമല്ല, അമ്മമാരുടെ ചിന്തകളും അമ്മമാരുടെ വികാര വിചാരങ്ങൾ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ പ്രാപ്തമായ രീതിയിൽ സാത്വികമായ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഗർഭകാലം അത്രയും ശ്രദ്ധാപൂർവം മാതാവും പിതാവും ഒരുപോലെ ആ ഗർഭത്തെ സംരക്ഷിച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള ഐശ്വര്യവാന്മാരായ വിദ്യാസമ്പന്നന്മാരായ സത്പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുവാൻ നമുക്ക് കഴിയും. പുത്രന്മാർ മാത്രമല്ല, അതുപോലെയുള്ള ദേവതാ സ്വരൂപമായ പെൺമക്കളെയും നമുക്ക് ജനിപ്പിക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ യുവതലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബീജാവാപം ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞു ജനിക്കുന്നത് വരെ സന്താനഗോപാല മന്ത്രം ചൊല്ലുന്നത് പതിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ദേവീസ്തവങ്ങൾ, ഈ കുട്ടി വള്ളപ്പാട്ട് അച്ഛനൊക്കെ പാടുന്നത് കേട്ട് 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 ഗർഭത്തിൽ വെച്ച് തന്നെ അത് കേട്ടിട്ട് ജനനം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അതിന്റെ മാനിഫെസ്റ്റേഷൻ, അതിന്റെ മൂർത്തിഭാവമായി മാറുന്ന രോമാഞ്ചദായകമായ കാഴ്ചയാണ്. ഞാനും ആ വീഡിയോ കണ്ട് വളരെ സന്തോഷിച്ചു. ഒത്തിരി വൈറലായതാണ്. വളരെ ശരിയാണ്. സംസ്കാരം അതാണ്, ഗർഭ സംസ്കാരം. അത് നമ്മൾ കൊടുക്കണം. പഴയ കാലത്ത് നമ്മൾ ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയും. 16 സംസ്കാരങ്ങൾ ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ ബീജാവാപം മുതൽ അന്ത്യേഷ്ടി വരെ ഉണ്ടായിരുന്നു. ആ സംസ്കാരം ഒരു വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്ന സംസ്കാരമാണ്. ബീജാവാപം, ആദ്യം വേളിശേഷം എന്ന് പറയുന്നത് വേളിക്ക് ശേഷം ഭാര്യാഭർത്താക്കന്മാർ ഈശ്വര സ്മരണയോടുകൂടി ബന്ധപ്പെടുന്നതാണ്. ബീജാവാപം, പിന്നെയോ പുംസവനം, സത്പുത്രന്മാരുണ്ടാകാനുള്ള ആയുർവേദ വിധിയാണ്. ഒരു പ്രത്യേകതരം നസ്യമാണത്, മൂക്കിലൂടെ മരുന്ന് കൊടുക്കുന്നത്. സത്പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേക ക്രിയകളുണ്ട്. പുംസവനം, പിന്നെ ജാതകർമ്മം, ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, നാമകരണം, വിദ്യാരംഭം, പിന്നെ വിവാഹം. ഇതേപോലെ വിവാഹത്തിന് മുമ്പ് നമുക്കറിയാം ബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുന്നു. അതിന് ഗുരുകുലങ്ങളിലേക്ക് പോകുന്നു. ഗുരുകുലങ്ങളിൽ പഠിച്ച പോലെ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് സമാവർത്തനം വീട്ടിലേക്ക് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാധർമ്മം പഠിപ്പിക്കുന്നു. പിന്നെ വാനപ്രസ്ഥധർമ്മം, സന്യാസധർമ്മം, എല്ലാം
അവസാനം ഈ സമ്യക്കായി നശിച്ചിട്ട്, എവിടെ നിന്നൊക്കെ ഈ ഭൂമിയിൽ നിന്ന് താൻ എടുത്ത ശരീരവും അതുപോലെ തന്നെ പഞ്ചഭൂതാത്മകമായ ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ സമാഹാരമായി ഈ ശരീരത്തെ ഇവിടെ നശിച്ചിട്ട്, സമ്യക് നശിച്ചിട്ട് ആത്മാവിന്റെ മോചനം നേടുന്ന യോഗേന അന്തേ തനുത്യജാം, യോഗമാർഗത്തിലൂടെ ധ്യാനനിരതനായി സമാധിസ്ഥനായി ശരീരം ഉപേക്ഷിക്കുന്ന മഹത്തായ ഒരു യാത്രയാണ് ജീവിതമെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്. അപ്പൊ അത്തരം സംസ്കാരങ്ങൾ പകർന്നു കിട്ടിയ ഗർഭത്തിൽ മുതൽ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും പകർന്നു കിട്ടിയ കുട്ടികളാണ് സത്സന്താനങ്ങളായി മാറുന്നത്. ഇന്ന് വിദ്യാകേന്ദ്രങ്ങളിൽ, വിദ്യാദാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആഭാസത്തരങ്ങളും മൂല്യച്യുതിയും അക്രമവാസനയും ഗുരുനിന്ദയും ഒക്കെ കാണുമ്പോൾ ബാക്ക് ടു ദി ഓൾഡൻ കൾച്ചർ, ബാക്ക് ടു ദി സനാതന ധർമ്മ എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള സംസ്കാരത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്ന് ഗുരുനിന്ദയോ പിതൃനിന്ദയോ ഒന്നും നമ്മൾ കാണില്ല. അതില്ലാതെ ഗുരുത്വം നഷ്ടപ്പെട്ട, ഗുരുത്വം കെട്ട ഒരു തലമുറയുടെ പ്രതീകങ്ങളായി, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഗുരുക്കന്മാരെ നിന്ദിക്കുക, ആദരവ് കൊടുക്കേണ്ടവരെ ആദരിക്കാതിരിക്കുക, പൂജ വ്യതിക്രമം എന്ന മഹാപാപമാണത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഈ നവരാത്രി കാലഘട്ടങ്ങളിൽ ഇത്തരം, ഈ ലക്ഷ്മിജി ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് തന്നെ ചോദിച്ചത് വളരെ നന്നായി. നമുക്ക് നമ്മുടെ കേരളത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഒരു വലിയ ആചരണം പോലെ, നേരത്തെ മീറ്റിംഗിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു വലിയ വിദ്യാവിപ്ലവം, ധാർമ്മിക വിപ്ലവം സൃഷ്ടിക്കുവാൻ തീർച്ചയായും നമുക്ക് കഴിയും. അത് മാത്രമല്ല, ഇത് എന്തെങ്കിലും വിദ്യാരംഭ ദിവസം മാത്രമല്ല. ഒരു 1,00,000 ഗുരു ഈ മന്ത്രം പലതവണയായി, ഒരു ദിവസം ഇപ്പോൾ 18, മിനിമം 18 തവണ ഈ മന്ത്രം വളരെ ലളിതമാണ്. 18 തവണ ചൊല്ലാം, 108 തവണ ചൊല്ലാം. അതിന്റെ ഉരുക്കഴിച്ച് പെരുക്കങ്ങളായി 1,00,000 ഒരു ജപിക്കുന്നവന് താൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ ഈ ക്ലീം എന്ന മന്ത്രത്തിൽ മഹാകാളിയുടെ പ്രതീകമാണത്. അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ തന്നെ മറ്റൊരു അവതാരമായ കാമദേവൻ എന്ന് പറയുന്നത് വെറും കാമമല്ല, നമ്മുടെ ഏത് അഭീഷ്ടങ്ങളെയും സാധിച്ചു തരുന്ന, കാമം എന്ന് പറയുന്ന ഇച്ഛയാണ്, ആഗ്രഹമാണ്. ഈ മന്ത്രത്തിന്റെ ഉച്ചാരണ സ്ഥാനം, ക്ലീം എന്ന മന്ത്രത്തിന്റെ ഉച്ചാരണ സ്ഥാനം നമ്മുടെ ആധാര ചക്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അനാഹത ചക്രമാണ്, ഹൃദയകമലം. ഹൃദയകമലത്തിന്റെ യോഗശാസ്ത്രത്തിലെ നിറം തന്നെ എമറാൾഡ് ഗ്രീനാണ്, പച്ച നിറമാണ്. സൗമ്യമായ സ്നേഹത്തിന്റെ, ദൈവികമായ സ്നേഹത്തിന്റെ, ലവിന്റെ, അഫെക്ഷന്റെ, ആകർഷണീയതയുടെ ചക്രമാണ് അനാഹത ചക്രം. സ്ത്രൈണമാണത്. സൗന്ദര്യത്തിന്റെ, അതുപോലെ തന്നെ ആകർഷണീയതയുടെ, ദേവീഭാവത്തിന്റെ ചക്രമാണത്. അവിടെ ക്ലീം എന്ന മന്ത്രം മാത്രം നമുക്ക് ധ്യാനിക്കാം. ഇനി ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ തീർച്ചയായും കുട്ടികൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയുമുള്ളവരായിരിക്കണം. രാവിലെ എഴുന്നേറ്റ് മലമൂത്രാദികൾ വിസർജനം ചെയ്ത് ശരീരശുദ്ധി വരുത്തുക, സ്നാനം, ദന്തധാവനം, പല്ലുതേക്കൽ ഉൾപ്പെടെയുള്ള സ്നാനം ചെയ്ത് വേണ്ടത്ര ശുചിത്വം, ബാഹ്യാഭ്യന്തര ശുചിത്വം എന്നാണ് നിയമങ്ങളിൽ പറയുമ്പോൾ. യമം നിയമം എന്ന മൂല്യങ്ങൾ പറയും. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. വിദ്യാർത്ഥിക്ക് വേണ്ട, അല്ലെ ഒരു യോഗിക്ക് വേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് ശൗചം, ശരീരശുദ്ധി. ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ വെറും കുളിക്കലും കഴുകലും മാത്രമല്ല, മലമൂത്ര വിസർജനം കൃത്യമായി ചെയ്യുന്നതും ശരീരശുദ്ധിക്ക് ആവശ്യമാണ്. അതില്ലാതെ വന്നാൽ അപകടമാണ്. അതുപോലെ തന്നെ അകത്തേക്ക് കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം, വെള്ളം ശുദ്ധമായിരിക്കണം, ശ്വസിക്കുന്ന വായു പോലും മലിനമാണ്, അതും ശുദ്ധവായു ശ്വസിക്കണം. അങ്ങനെ ഇൻപുട്ടുകളെല്ലാം ശുദ്ധമാവുക, അതാണ് ശാരീരിക ശുദ്ധി. മനഃശുദ്ധിയോ? മനഃശുദ്ധി എന്ന് പറയുന്നത് സദ്വികാരങ്ങൾ, സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം, ഭക്തി തുടങ്ങിയ സദ്വികാരങ്ങൾ കൊണ്ട് മനഃശക്തി ഉണ്ടാകാം. അതുപോലെ തന്നെ ദേവതാസ്തുതിപരമായ കീർത്തനങ്ങൾ ചൊല്ലുക, ശ്ലോകങ്ങൾ ചൊല്ലുക, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കുക, ഇതൊക്കെ മനഃശുദ്ധീകരണം. അങ്ങനെ ശാരീരിക ശുദ്ധിയും മനഃശുദ്ധിയും ആർജിച്ചതിന് ശേഷം സുഖാസനത്തിൽ ഏതെങ്കിലും ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു പായയിലോ
സുഖാസനത്തിൽ ചമ്രം പറഞ്ഞ് ക്രോസ് ലെഗ് സ്ഥിതിയിലിരുന്ന് തന്റെ മുമ്പിൽ ഒരു വിളക്ക് വയ്ക്കാം. ചെറിയൊരു വിളക്ക്. പൂജ മുറിയിലാവുമ്പോൾ പ്രത്യേകിച്ച് വിളക്ക് വെക്കണ്ട. അവിടെ തീർച്ചയായും ഒരു ബാലഗോപാലന്റെ, ശ്രീകൃഷ്ണന്റെ മനോഹരമായ ഒരു ഏറ്റവും സുന്ദരമായ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദേവതാരൂപമാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ കൃഷ്ണൻ എന്ന് തന്നെ വിളിക്കുന്നത്. അത്രമാത്രം ആകർഷണീയമായ പീലിക്കാർകൂന്തൽ കെട്ടിയിട്ട് അഴകൊടു നിടിലേ നല്ല ഗോരോചനം തേച്ച് ഏലസ്സും പൊഞ്ചിലമ്പും വളകളും അണിയിച്ചമ്മതൻ അംഗഭാഗി ലീലാ ഗോപാലവേഷത്തോടു മുരളിയും ആ കാലിമേയ്ക്കുന്ന കോലും ചാലേ കൈക്കൊണ്ടു മന്ദസ്മിതമൊടുമരുവും പൈതലെ കൈതൊഴുന്നേൻ എന്ന മുക്തകത്തിൽ പറഞ്ഞതുപോലെ മനോഹരമായൊരു ശ്രീകൃഷ്ണ വിഗ്രഹമോ ഒരു ശ്രീകൃഷ്ണ ചിത്രമോ മുൻപിൽ വെച്ച ഒരു പ്രതീകം. കാരണം കുട്ടികളാകുമ്പോൾ പ്രതീകമില്ലാതെ ആരാധിക്കാൻ എളുപ്പമല്ല. അത് ഒന്നാമത്തെ പടിയാണ് പ്രഥമാ പ്രതിമാ പൂജ എന്നാണ്. ജപസ്തോത്രാദി മധ്യമ, ജപവും സ്തോത്രവും മധ്യമാണ്, അതിന് ഉയർന്നതാണ്. ഉത്തമ മാനസീ പൂജ, മനസ്സിലുള്ള പൂജയാണ് ഉത്തമം. എന്നാൽ ഏറ്റവും വലിയ പൂജ ഏതാണ്? സോഹം പൂജോത്തമോത്തമ, ഈശ്വരൻ ഞാൻ തന്നെയാണ്. തത്വമസി, അത് നീയാകുന്നു എന്ന ഗുരുവാക്യത്തിൽ നിന്ന് സോഹം, അത് ഞാനാകുന്നു, ഈശ്വരൻ ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലാണ് എന്ന ആ നിർഗുണ ധ്യാനം. സഗുണോപാസനയിൽ നിർഗുണോപാസനയിലേക്ക് കടക്കാനും നമുക്ക് ഈ മന്ത്രോപാസന സഹായിക്കും. ആദ്യം കൃഷ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട്, പുറത്ത് കാണുക, കണ്ണടയ്ക്കുമ്പോൾ അർച്ചിക്കുമ്പോൾ മനസ്സിൽ കൃഷ്ണനെ കാണുക. ഓരോ പുഷ്പവും മനസ്സിലേക്കും പുറത്തേക്കും അർപ്പിക്കുന്നതായി കണ്ട് അവസാനം ഈ മന്ത്രങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ഇട്ട പൂവിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മണപ്പിച്ച് ഉദ്വസിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ തന്റെ മുമ്പിൽ അനുഗ്രഹ വർഷം ചൊരിയാൻ വേണ്ടി കൈ ഉയർത്തി നിൽക്കുന്നു. ആ പാദങ്ങളിൽ തൊട്ട് വന്നിച്ച് വീണ്ടും കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ എന്ന അനുഗ്രഹം വാങ്ങുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് സന്തോഷമായി അനുഗ്രഹം കിട്ടിയ ഐശ്വര്യത്തോടെ നമുക്ക് ഈ മന്ത്രോപാസന അവസാനിപ്പിക്കാം. അതിന് വലിയ ഒരു തന്ത്രവിധിയുടെ ചടങ്ങൊന്നുമില്ലാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന ആർക്കും, മുതിർന്നവർക്ക്, അമ്മമാർക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ചൊല്ലിക്കാവുന്ന വലിയൊരു മന്ത്രമാണിത്. ലക്ഷ്മിയുടെ ആഗ്രഹം പോലെ തന്നെ തീർച്ചയായും നമുക്കിതൊരു വലിയ വിദ്യാവിപ്ലവമായി ഇത് എല്ലാവരും ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ നവരാത്രി കാലത്ത് ദേവിയുടെ അനുഗ്രഹം, ഐശ്വര്യം എല്ലാ ഭവനങ്ങളിലും എല്ലാ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ മനോഹരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന രീതിയിലാണ് അങ്ങ് വിവരിച്ചത് പോലും. അത് കേട്ടപ്പോൾ ഇത് ചൊല്ലുമ്പോഴുള്ള അനുഭവം എത്ര വലുതായിരിക്കും എന്ന് ചിന്തിക്കുകയായിരുന്നു. അത്ര മനോഹരമായിട്ടാണ് എം ജി സാർ അത് വിവരിച്ചത്.